ഉണങ്ങാത്ത മുറിവും പറ്റാത്ത പ്രചോദനവുമാണ് അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസന്റെ ബലിദാനമെന്ന് ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം പി.കെ. കൃഷ്ണദാസ്. കോഴിക്കോട് നടന്ന രഞ്ജിത്ത് ശ്രീനിവാസൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രഞ്ജിത്ത് ശ്രീനിവാസൻ ബലിദാനിയായത് കേരളത്തിലെ ഇസ്ലാമിക തീവ്രവാദത്തിനെതിരായ പോരാട്ടത്തിലാണെന്നും പി.കെ. കൃഷ്ണദാസ് കൂട്ടിച്ചേർത്തു. ഇന്ന് സ്വർഗീയ അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസൻ ബലിദാന ദിനം. അമ്മയുടെയും ഭാര്യയുടെയും മകളുടെയും മുന്നിൽ വെച്ച ഇസ്ലാമിക തീവ്രവാദികൾ രഞ്ജിത്ത് ശ്രീനിവാസനെ വെട്ടിക്കൊലപ്പെടുത്തിയിട്ട് 2 വർഷം തികയുന്നു. ഉണങ്ങാത്ത മുറിവും വറ്റാത്ത പ്രചോദനവുമാണ് അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസന്റെ ബലിദാനമെന്ന് പി.കെ. കൃഷ്ണദാസ് പറഞ്ഞു. രഞ്ജിത്ത് ശ്രീനിവാസന്റെ വേർപാട് ബലിദാനം അതൊരു പ്രേരണാ സ്രോതസ്സായി മാറും എന്നതിൽ യാതൊരു സംശയവും. സർവ്വസാധാരണമായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളിൽ ദേശാഭിമാന ബോധവും ദേശസ്നേഹവും വളർത്തിക്കൊണ്ട് ഒരു രാഷ്ട്രത്തിൻ്റെ യഥാർത്ഥ സൈനികരായി ഒരു 2ാം സേനയായി ഈ വിഭാഗത്തെ മാറ്റിയെടുക്കുന്നതിൽ അദ്ദേഹം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. രാജ്യദ്രോഹികളുടെ കഴുകൻ കണ്ണുകൾ കേരളത്തിന്റെ കടൽ തീരങ്ങളിൽ പതിഞ്ഞിട്ടുണ്ട്. കേരളത്തെ തീവ്രവാദ ഹബ്ബാക്കി മാറ്റാൻ കേരളത്തിലെ ഭരണപക്ഷത്തിന്റെ മാത്രമല്ല പ്രതിപക്ഷത്തിന്റെയും സഹകരണം ലഭിക്കുന്നുണ്ടെന്നും കൃഷ്ണദാസ് കൂട്ടിച്ചേർത്തു. കേരളത്തിന്റെ കടലോരങ്ങളിൽ തീവ്രവാദ സംഘങ്ങൾക്ക് ഭീകരവാദ സംഘങ്ങൾക്ക് താവളമുറപ്പിക്കുക എന്ന നിഗൂഢമായ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ് ഈ രാജ്യദ്രോഹികളുടെ കഴുകൻ കണ്ണ് കേരളത്തിന്റെ കടൽ തീരത്ത് പതിഞ്ഞത്. അതിന്റെ ഭാഗമായിട്ടാണ് 2003 മെയ് മാസം 3-ാം തീയതി നമ്മുടെ മാറാട് കടപ്പുറത്ത് 8 സഹപ്രവർത്തകരെ ഒരു കാരണവുമില്ലാതെ ഇതേ തീവ്രവാദ സംഘം കൊലപ്പെടുത്തി. OBC മോർച്ച ജില്ലാ പ്രസിഡന്റ് നാരങ്ങയിൽ ശശിധരൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ BJP ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് VK സജീവൻ, ഉപാധ്യക്ഷൻ KV സുധീർ, OBC മോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് PK അജിത് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ജനം, കോഴിക്കോട്.